നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം മാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഈ അടുത്തു വരുന്ന ഗൃഹമാറ്റങ്ങൾ, അതായത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗൃഹമാറ്റങ്ങൾ ഈ ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക്, അതായത് പൂരാടം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറുകയും 3-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി കണ്ടകനായിട്ട് 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതും 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു 3-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതും 10-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു 9-ാം ഭാവത്ത്, അതായത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാനും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളും രോഗാവസ്ഥകൾ, കടം എന്നിവയിൽ നിന്ന് മുക്തി നേടാനും ഉള്ള ഗുണഫലങ്ങൾ ഏറി നിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതായത് കിട്ടേണ്ട കാര്യങ്ങൾക്ക് കാലതാമസം വന്നു ചേരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം ഭാഗ്യസ്ഥാനത്ത് തടസ്സപ്പെടുത്തുന്ന കേതുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്. എന്നിരുന്നാലും ഈശ്വരാധീനം ഏറിയിരിക്കുന്നത് കൊണ്ട് ലക്ഷം ദോഷം ഗുരുഹന്തി എന്നുള്ളൊരു വ്യവസ്ഥ അനുസരിച്ചും വ്യാഴത്തിൻ്റെ പരിപൂർണ ദൃഷ്ടി ചന്ദ്രാരൂഢത്തിലേക്ക് വരുന്നത് കൊണ്ട് ദോഷകാഠിന്യം കുറഞ്ഞു നിൽക്കുകയും ഗുണങ്ങൾ ഏറി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ വന്നു ചേരും. പുതിയ കാര്യങ്ങൾ, ബിസിനസ്സുകാർക്കാണെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ തുടക്കം കുറിക്കാനോ പറ്റും. പുതിയ ആശയങ്ങൾ വന്നു ചേരും. ജോലിക്കാർക്കാണെങ്കിൽ ജോലിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. വീട് വാങ്ങാനുള്ള യോഗം, വാഹനം വാങ്ങാനുള്ള യോഗങ്ങൾ, അതുപോലെ തന്നെ കർമ്മരംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കൽ, പുതിയ ജോലി കണ്ടുപിടിക്കാനോ വരുമാനം കൂട്ടാനുള്ള വഴികൾ തെളിഞ്ഞു വരിക എന്നിവ ഉണ്ടാകും. അവിടെ ഈ ഭാഗ്യത്തിന് ചെറിയ ഹാനി സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പ്രധാനമായിട്ടും ഗണപതിക്ക് ദർശനം നടത്തുകയും ഗണപതി ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കുകയും ഗണപതി ഹോമം, കറുകഹോമം മുതലായ ഹോമങ്ങൾ നടത്തുകയും വെള്ളിയാഴ്ച തോറും കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും കാര്യസാധ്യത്തിന് കൂട്ടപ്പം, അതുപോലെ ഒറ്റയപ്പം എന്നീ വഴിപാടുകൾ നടത്തുന്നതും വളരെ ഗുണകരമാണ്. അതുപോലെ സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുക, അതുപോലെ അലങ്കാര വസ്തുക്കൾ നൽകുക, പട്ട് മുതലായവ നൽകുന്നത് വളരെ ഗുണകരമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും കാളി സൂക്ത അർച്ചന, ഭാഗ്യസൂക്ത അർച്ചന എന്നീ അർച്ചനകൾ കൊടുക്കുന്നതും വിളക്ക് വയ്ക്കുന്നതും നൈവേദ്യങ്ങൾ നടത്തുന്നതും കരിങ്കുരുതി, കൈവട്ടകുരുതി എന്നീ വിധത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നതും പ്രധാനമായിട്ടും ഞായറാഴ്ച, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശാസ്താപ്രീതി നടത്തുന്നതും, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, വെറ്റിലമാല, അതുപോലെ എള്ളെണ്ണ കൊണ്ടുള്ള വിളക്ക് ശനിയാഴ്ച തോറും കത്തിക്കുന്നതും വളരെ ഗുണകരമായിട്ട് വരും. ഇവരുടെ ശനി കൊണ്ടുള്ള ദോഷകാഠിന്യം കുറയാനും കർമ്മരംഗം പുഷ്ടിപ്പെടാനും തടസ്സങ്ങൾ മാറാനും അതുപോലെ ഐശ്വര്യ അഭിവൃദ്ധി നിലനിൽക്കാനും മേൽപ്പറഞ്ഞ വഴിപാടുകൾ വളരെ പരിപൂർണമായിട്ട് മനസ്സോടെയും വളരെ വിശ്വാസത്തോടു കൂടിയും അർപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവരുടെ ദുരിതങ്ങൾ മാറി ഗുണഫലങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.